അയ്യോ, ഇതാരും ജോൺ സാറോ? എനിക്ക് കണ്ടിട്ട് തീരെ മനസ്സിലായില്ല കേട്ടോ. എനിക്കും. സാറെന്താ ഇവിടെ? നിന്നെയൊക്കെ ഒന്ന് കാണാൻ വന്നോ? വീണ്ടും പ്രതികാരം ചെയ്യാൻ വന്നിരിക്കുകയല്ലേ? അയ്യോ എന്റെ പൊന്നു സാറേ, ഞാനതൊക്കെ അപ്പോഴേ മറന്നു. അതെ. ഇവന്മാരെ സ്റ്റേഷനിൽ എത്തിച്ചേക്ക്. ഇവരെ ഞാൻ കൊണ്ടുവന്നോളാം. കേറാ വണ്ടിയായി. ഇതെന്നെ വല്ല കൊള്ളസംഘമാണോടാ? കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നത്. ഗുണ്ടകളൊക്കെ ഉണ്ട്. അകത്തോട്ട് കയറി വാടാ. ചെല്ല്. നീ വരുന്നില്ല? ഞാൻ വരാം. നമസ്കാരം ഗുണ്ടേട്ടാ. എന്റെ പൊന്ന് സാംകുട്ടി, നീ എന്നോട് ക്ഷമിക്കണം. അന്ന് എനിക്കൊരു തെറ്റ് പറ്റിയതാ. 75 പവന്റെ സ്വർണം മോഷ്ടിച്ചവനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഇനിയും പ്രതികാരം ചെയ്യാനാ വന്നതെങ്കിൽ ഉപദ്രവിക്കരുത്. ജീവിച്ചു പോക്കോട്ടെ. എന്റെ പൊന്ന് ജോൺ സാറേ, ഇങ്ങനെ ചങ്കി കൊള്ളുന്ന വർത്തമാനം പറയരുത്. വേണമെങ്കിൽ ഞാൻ ഒടിച്ച് ഈ കൈ കൊണ്ട് സാർ എന്നെ തല്ലി. കയ്യെ കയറി പിടിക്കരുത്. അകത്ത് സ്റ്റീലാ. സ്റ്റീലോ? സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഈ കൈ കൊണ്ട് ഇനി ആരും തല്ലാൻ പറ്റത്തില്ല. ആരും എന്നെ കയറി തല്ലിട്ട് പോകാതിരിക്കാനാ കുണ്ടകളെ കാവൽ നിർത്തിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വരുന്ന പ്രതികളെ ഇപ്പൊ ഉപദേശം മാത്രമാ. ഉപദേശിച്ച് ഈ നാട് കുട്ടിച്ചോറ. ഏതായാലും നീ വന്നത് നന്നായി. കുറച്ച് നാളത്തേക്ക് നിന്നെ എനിക്ക് വേണം. സഹായിക്കണം. സാറ് വിഷമിക്കണ്ട സാറേ. ഇനി മുതൽ സാറിന്റെ സ്റ്റീല് വലം കൈയാട്ടി ഈ സാംസർ ഉണ്ടാകും സാറേ. ഈ സാംസർ ഉണ്ടാകും. എനിക്ക് സന്തോഷായി സാംകുട്ടി, സന്തോഷായി. നീ പറയല്ലേ? സത്യം പറയടാ. ഇഴിച്ചു നിന്നെ കള്ളനെ. നീ സത്യം പറയല്ലേ? നിന്റെ അടിവേരടിച്ച് ചോദിച്ചാലല്ലേ പറയാൻ പറ്റൂ സാറേ. ചോദ്യോത്തര പരിപാടി നടത്താൻ ഇതെന്താ ക്യൂസ് കോമ്പറ്റീഷൻ ആണോ? ഇടിച്ചതിന്റെ നെഞ്ചു കൂടിയ കലക്കും. അപ്പൊ ചോദ്യം ചോദിക്കാതെ ഉത്തരം പറയാൻ നിനക്ക് അറിയാല്ലേ? നിന്റെ അടിവേരെ കലക്കും. ഒരു പശുവിനെ മോട്ടിച്ചന് ഇത്രയും മതി സാറേ. മതിയല്ലേ? ഇതിന്റെ കണക്കൊക്കെ നിനക്കല്ലേ അറിയൂ. എന്നാ മതി. രമേശാ, ഇവനെ കൊണ്ടുപോയി തൊണ്ടി എവിടെയാ കെട്ടിയിരിക്കുന്ന വെച്ചാൽ അഴിച്ചോണ്ട് വാ. പിന്നെ വയർ നിറച്ച് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് കേട്ടോ. എന്റെ ഇടി കുറെ കൊണ്ടതാ. ചെല്ലടാ. വെറുതെ മനുഷ്യരുടെ കൈമന കെട്ടാനായിട്ട്. ഇനി കവല റൗണ്ട്സ്. ഒരു ചെറിയ ഷോ. മോർണിംഗ് ഷോ ആണോ നൂൺ ഷോ ആണോ? ഒരു ഫുൾ ഷോ. മൂന്ന് ജ്യൂസ്. മധുരം കൂട്ടി. സാറ് ജീപ്പെ കെട്ടിക്കൊണ്ടുപോയ ആൾക്കാർ തന്നെയല്ലേ ഇവര്? അതെ. തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്റെ പൊന്ന് സാറേ, ചോദിച്ചാൽ ഞാൻ തിരിച്ചെടുത്തു. ജ്യൂസ് എടുക്കണോ? എന്റെ കൃത്യനിർവഹണം നിന്റെ കൈകളിൽ ഭദ്രമായിരിക്കണം. എന്റെ കൈകളിൽ ഭദ്രമായിരിക്കും. தடையிறது ஆம்புலன்ஸா? பாடியும் கொண்டு போறேன். ஆம்புலன்ஸ்? ஆமா. பாடி எവിടെ? பாடி நான் தான். കേടാണ് ലിവറും കൊണ്ട് പോയിട്ടേ ഇരിക്കേ. തടയக்கூடாது സാർ. നീ ആള് കൊള്ളാമല്ലോടാ.
എന്തിനാ ഈ ബോർഡ്? അടിക്കുമ്പോൾ നമ്മൾ ബോഡിയെ പിടിക്കാതിരിക്കാൻ ഈ ബോർഡ് വെച്ചാൽ മതി എന്ന സർക്കാർ പറയുന്നത്. അടിച്ച് പഴുത്തിരിക്കുക, വിട്ടേര്, ഇല്ലെങ്കിൽ പെൻഷൻ വാങ്ങിക്കാൻ നോക്കത്തില്ല. ബ്രദർ സ്മോൾ താങ്ക്സ്. ഓക്കെ. എപ്പോഴാ ഇവനെയൊക്കെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവും പറയാൻ ഒക്കത്തില്ല. വിട്ടത് നന്നായി. ആംബുലൻസ് ആംബുലൻസ് ഓർമ്മ പോടേ കടവുളെ. ബൈക്ക് മാറ്റി വെക്കടാ. എന്താ സാറിന്റെ പ്രശ്നം? എത്ര പേരെ കയറ്റേണ്ട വണ്ടിയാണത്? അതൊക്കെ ഓടിക്കുന്ന ആളുടെ മിടുക്ക് പോലെ ഇരിക്കും. സാറ് കേസ് ചാർജ് ചെയ്തോ, ഞാൻ കോടതി കണ്ടോളാം. ഒന്ന് മാറി സാറേ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത. സാറ് മനസ്സിൽ കാണുമ്പോ ഞാൻ മാനത്ത് കാണും. മിടുക്കൻ. അതാണ് കന്നുകുട്ടൻ. അവനെ കന്നുകൂട്ടുന്ന ആൾക്കാർ വെറുതെ വിളിക്കുന്നതല്ല, തനി കന്നിന്റെ സ്വഭാവ. അതുകൊണ്ടൊരു ശ്രദ്ധ വേണം. അത് പറയാനാണ് ഞാൻ ഈ വഴിക്ക് വന്നത്. ഒക്കെ എത്ര കുളം കണ്ടതാ, കുളം എത്ര കൊക്കനെ കണ്ടതാ അല്ലേ ചേ? പിന്നല്ലാതെ. എന്താ സി പി ആളെയും കൂട്ടി ഇങ്ങോട്ടൊരു പ്രകടനം? അതൊക്കെ പറയാം. ഞാൻ സി പവിത്രൻ, ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പറാ 10 വർഷമായിട്ട്. താൻ കാര്യം എന്താ വെച്ചാ പറയടോ. മല്ലിക വിളിക്കേ. നിന്നെ കാണാൻ വേണ്ടിയാ വന്നത്. എന്താ കാര്യം? നാട്ടു നടപ്പില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഒരു പഞ്ചായത്ത് മെമ്പറായ എനിക്കുണ്ട്. നീ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്ന യവന്മാരൊക്കെ വല്ല തീവ്രവാദികളോ കൊലപാതകളാണോ എന്നൊക്കെ എനിക്ക് ഈ നാട്ടുകാർക്കും അറിയണം. വേറെ എന്തൊക്കെ തനിക്ക് അറിയണം? ഇവൻ നിന്നെ കെട്ടിയതാണോ അതോ കെട്ടാതെ തന്നെ കൂടെ? പണ്ട് നാട്ടുകാരെയൊക്കെ അറിയിച്ച് ഒരുത്തനെ ഈ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. അവൻ എവിടെ പോയിന്ന് നീയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ? അവൻ ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നതെന്ന് നീയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോന്ന്? നാട്ടുകാര് ഒരുത്തിനും എന്റെ പഠിക്കാത്ത കയറരുത്. കയറിയാ ആ കാല് ഞാൻ വെട്ടും. ഇറങ്ങി പോടാ.